കുറച്ച് മുമ്പ് യൂട്യൂബിൽ രേണു സുധിയുടെ ഒരു വീഡിയോ കാണാനിടയായി. ഭയങ്കരമായിട്ട് സങ്കടം വന്നു. എൻ്റെ കണ്ണുകളൊക്കെ കുണുകുടുന്ന് നിറഞ്ഞൊഴുകി. കാരണം അതുപോലൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ജോലി കിട്ടിയിട്ട് ഏതാണ്ട് ഒരു 26 വർഷത്തിലേക്ക് എത്തുന്നു. 25 വർഷം കഴിഞ്ഞു. അപ്പോൾ ജോലി കിട്ടിയിട്ട് ഏതാണ്ട് ഒരു 2-3 മാസമായപ്പോഴത്തേക്കും ജോലിയുടെ ഭാഗമായിട്ടൊരു ട്രെയിനിങ് വന്നു. ആ ട്രെയിനിങ് സെൻറ്റർ പാലക്കാടായിരുന്നു, കൊടുവായൂർ എന്ന് പറഞ്ഞ സ്ഥലം. 3 മാസം അവിടെ നിന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു. എനിക്കന്ന് ശാലം ഉണ്ടായിട്ട് ഏതാണ്ട് 4 വയസ്സ് എത്തുന്നു. 3 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ശാലുവിനെ മാറ്റി നിർത്തിയിട്ട് ഞാനും ശാലുവിൻ്റെ അച്ഛനും ഞങ്ങൾ 3 ആൾ മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ എൻ്റെ വീട് തൊട്ടടുത്തുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ചേച്ചി ഉണ്ടെന്ന് കല്യാണം കഴിഞ്ഞില്ല, ചേച്ചിയും ആങ്ങളെയും ഇത്ര പേരടങ്ങുന്ന എൻ്റെ വീട് തൊട്ടടുത്തുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിന് ജോലി കിട്ടിയതാണ്. വലിയ ചിലയ്ക്കൊന്നും ജോലി കിട്ടിയതാണ്, ജോലി കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ട്രെയിനിങ് നിർബന്ധമാണ്. അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഫോൺ സൗകര്യമൊന്നും ഇല്ല. 25 വർഷം മുമ്പ് കോയിൻ ബോക്സുകളുടെ സമയം അത്. അപ്പോൾ ട്രെയിനിങ് സെൻറ്ററിൽ ഫോണില്ല. തൊട്ടടുത്ത കൊടുവായൂർ ചന്തയിൽ പോകണം. അവിടെയാണ് കടകളൊക്കെ ഉള്ളത്. അവിടെ നിന്നാണ് നമുക്കൊന്ന് കോയിൻ ബോക്സിൽ കോയിൻ ഇട്ടിട്ട് വിളിക്കാൻ പറ്റും. അങ്ങനെ എന്നും രാവിലെ അത് കിടക്കാൻ കട്ടിലൊന്നുമില്ല, നിരത്തി പായിട്ടിട്ട് അങ്ങനെയാണ് ടീച്ചർമാർ കിടക്കുക. 2 നിലയുണ്ട്. 2 നില എന്ന് പറഞ്ഞാൽ ഈ മച്ചിട്ട വീട്, മച്ചിൻ്റെ പുറത്താണ് കുറച്ച് പേര് കിടക്കുക. ഞാനൊക്കെ താഴെ അങ്ങനെ കിടക്കണ. എന്നിട്ട് നേരം വിളക്കുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് കരയും. സഹിക്കാൻ പറ്റില്ല സങ്കടം. കുഞ്ഞിനെ പിരിഞ്ഞു വന്ന് നിൽക്കുന്നത് അത് അനുഭവിക്കുന്ന അമ്മമാർ. ഇപ്പോൾ രേണുസുതി ആ കാര്യം പറഞ്ഞിട്ട് കരയാം. ബിഗ് ബോസിനോട് ആ പ്രത്യേക ഒരു റൂമുണ്ടല്ലോ, അതിൽ വന്നിരുന്നിട്ട് പറഞ്ഞ് കരയുക. അന്നേരം കിച്ചുവിനെയും താഴെയുള്ള മോൻ്റെ പേര് പറഞ്ഞല്ലോ, ഋതപ്പനെയും മിസ് ചെയ്യുന്നു. പിന്നെ ചേച്ചിയുടെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ പഴയ കാലങ്ങൾ ഓർമ്മ വന്നിട്ട് ഞാനും കരഞ്ഞു. കുറച്ച് മുമ്പ് അവിടെ ഇവിടുന്ന് കണ്ണു നിറഞ്ഞു പോയി. അന്നേരം വിചാരിച്ച് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള കാര്യം. അപ്പോൾ എന്നിട്ട് ഈ കോയിൻ ബോക്സിൽ വിളിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞ് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ഓടും. അവിടെ പോയി കോയിൻ ബോക്സിൽ കോയിൻ ഇട്ടിട്ട് വിളിക്കും. എവിടേക്കാണെന്നറിയുമോ, നമ്മുടെ ഇവിടെ ഒരു റോമി ചേച്ചി ഉണ്ട്. ആ റോമി ചേച്ചിയുടെ വീട്ടിലാണ് കോയിൻ ബോക്സ് ഉള്ളത്. അപ്പോൾ ഞാൻ ആ ചേച്ചിനെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ല, പിന്നെ ഒരു മധുവേട്ടൻ്റെ വീടുണ്ട്, അവിടെയുണ്ട് ഫോൺ. ഇതൊന്നും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സംഭവങ്ങളല്ല. അങ്ങനെ വിളിച്ചിട്ട് ഒരു ദിവസം റോമി ചേച്ചിയോട് ഞാൻ ഇന്ന് കരഞ്ഞ് ബോക്സിൽ പൈസ ഇട്ട് കരഞ്ഞ് പറയാം, ഒന്ന് അവരോട് എന്നെ ഒന്നും വിളിക്കാൻ പറയണട്ടോ എന്ന്. സോറി, വിളിക്കാൻ പറയാൻ പറ്റില്ല, എവിടേക്ക് വിളിക്കാനാ. ഞാനിങ്ങനെ ആ ചേച്ചിയോട് ഇങ്ങനെ പരാതികൾ പറയാം എനിക്ക് കാണാത്തതിൽ. അന്നേരം പറയും, 1 മിനിറ്റ് കേട്ടോ, അതേ പോണു ശാലു, അമ്മ എന്തേ പോകണ്ടെന്ന് പറയും. ഞാൻ വിളിച്ച സമയത്ത് അവർ ആ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുക. ദൈവമേ, എൻ്റെ കുഞ്ഞിനോട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റി. അതൊരു ഭയങ്കര ദൈവാനുഗ്രഹമായിട്ട് ഞാൻ തോന്നാം. പിന്നെ 3 മാസവും 2-ാം ശനിയാഴ്ച ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോരും. അത് ഏതാണ്ട് ഒരു ഉച്ചയോട് കൂടി നമ്മളെ വിടുവന്ന് പോരും. പിന്നെ തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് പോകണം. രാവിലെ തന്നെ എഴുന്നേറ്റ് പോകണം, അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു 3 മാസം കഴിച്ചു കൂട്ടി കഥ പറയാൻ പറ്റില്ല. പിന്നെ അവിടെ ചെന്നപ്പം ചിലർക്ക് അറിയണ്ടായിരുന്നില്ല, ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റും ചായ കുടിക്കാനുള്ള ഗ്ലാസും കൊണ്ടുപോകണം. അങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂടിയിട്ട് ഞങ്ങൾ പോയി കൊടുവായൂർ ചന്തയിൽ പോയിട്ട് വാങ്ങിച്ചതാണ് അന്ന് ഈ ഗ്ലാസും ഈ പ്ലേറ്റും. ഇത് രണ്ടിലും എൻ്റെ കുഞ്ഞിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ശാലു എന്ന്. തേഞ്ഞ് ഏതാണ്ട് തീരാറായിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, കാരണം അത്ര കൊല്ലം പഴക്കമില്ല. എന്നിട്ടും
ഒരു ചളുക്ക് പോലും വരാണ്ട് ഞാനിതിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അല്ല, എൻ്റെ പാത്രങ്ങളൊക്കെ തന്നെ അങ്ങനെ കേട്ടോ, പാത്രം ചടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഇതാണ് ചോറിനാൻ വാങ്ങിച്ച പ്ലേറ്റ്. ഇതിലും എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട് ശാലു. ആ, കാണാൻ പറ്റുന്നതായിരിക്കും അല്ലേ, ശാലു എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അവിടെ. ആ, അതന്നെ. അങ്ങനെ ഇപ്പോഴും അന്ന് വാങ്ങിച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രേണുസുതി ആ അവസ്ഥ പാവമുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും അതൊക്കെ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ ആവാം, ഇടപഴകിയ ആ സംസ്കാരത്തിൻ്റെ ഒക്കെ ആവാം ആ കുട്ടി പറയുന്ന മുഷിഞ്ഞ വാക്കുകൾ, അല്ലെങ്കിൽ ആ കുട്ടി മറ്റുള്ളവരോട് പ്രതികരിക്കുന്നതൊക്കെ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് വേദനിച്ച് കരയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ പാവം തോന്നി. ടോപ്പ് 1 എത്താനായിട്ട് ഒക്കെ സാധിക്കട്ടെ രേണുവിന് ഇന്നിപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് പോവാണ്, അറിയാതെ. പാവം ശുദ്ധവരാക്ക്. അപ്പോൾ ഇത് ഇത്രയും പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ.